ഒന്ന് പോടോ പിള്ളേ. താൻ ജപ്പാനിലും പോയിട്ടില്ല, തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടം ഇല്ല. ഞാൻ ഗോവയിൽ പോയപ്പോ പോയിണ്ടോ? എന്താന്ന് ചാപ്പാടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തോമേ. എല്ലാരും താഴെ വന്ന് കഴിക്കണം. പ്ലേറ്റും ഗ്ലാസും പൊട്ടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കുന്നതാണ്. എല്ലാരും കേക്കി. താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക്. ഈ ടിറ്റോയും ദുബായി പോയാൽ സാജന്റെ മാതിരി കത്ത് എഴുതാതിരിക്കരുത്. വിമാനം ഇറങ്ങിയാൽ ഉടൻ കത്ത് എഴുതണം. കത്ത് എഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ളൊരു പുസ്തകമുണ്ട്, അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം. പണ്ടത്തെ ഒരു സാഹിത്യകാരന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഒന്ന് പോടാ തെണ്ടിയുടെ മോനെ. ഇപ്പോഴാണ് ഫെലിക്സ് ആത്മാർത്ഥമായിട്ട് ഒരാളെ തെണ്ടിയുടെ മോനെ എന്ന് വിളിച്ചത്. ഒരച്ഛൻ മകൾക്ക് കത്തയക്കേ. നോ നോ നോ, മാമുക്ക പറഞ്ഞതിൽ കാര്യമുണ്ട്. സാധൻ പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ ഫിഫിക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല. ടിറ്റോ ചെന്നാലുടൻ അടുത്ത പ്ലെയിനിൽ അവനെ കയറ്റി ഇങ്ങോട്ട് അയക്കണം. പ്ലെയിനിലല്ല എന്ന് ഞാൻ സാധനെ കൊണ്ടുവരുന്നത്, കൊട്ടാരം പോലുള്ള ഒരു കപ്പലിൽ. ഞങ്ങളിത് അക്കരയായി എത്തുന്നത്. നിങ്ങൾ എല്ലാരും കൂടി ഒരു 10 മൈലിൽ കയറി അങ്ങ് എത്തണം. താലപ്പൊലിയും ബാൻഡ് വേണോ എല്ലാം വേണം. എന്നിട്ട് ഇവിടെ വെച്ച് ഇതേപോലൊരു സന്ധ്യക്ക് ഫിഫിയുടെയും സാജന്റെയും കല്യാണം. അയ്യേ, എല്ലാരും നോക്കുന്നു വേണി. ഫിഫി നോക്ക്, അവളെ അറിയുന്നുണ്ടോ? ഇത് നല്ല കൂത്ത്. ടേക്ക് ഇറ്റ് ഈസി യാർ. ഇത്തിരി കരഞ്ഞോട്ടവര്. ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ്. എക്സാക്ട്ലി. ഞാൻ പോയി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യട്ടെ. അളി, ഞാൻ പോയാ നീ ഇവരെ എന്റർടൈൻ ചെയ്യണം. ഇവരെ ജോളിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ വിസയുടെ കാര്യം നീ ഏറ്റോണം. അതൊക്കെ ഞാൻ ഏറ്റു. സ്വാമി വരുന്നുണ്ടല്ലോ. Your attention please. This is the final call for the passengers boarding on Air India flight AI930 to Dubai. You're requested to check in through immigration, security and customs. Thank you. ക്ഷമിക്കണം. അളി, ഒന്നും മനസ്സിൽ വെക്കരുത് അളിയ. ഫിഫി, ഫിഫി, എന്താ? അല്ല, ഛർദിക്കുന്ന മാതിരി ശബ്ദം കേട്ടു. നാക്ക് പഠിച്ചപ്പോ വല്ലാണ്ട് വന്നു. വേണി, എന്താ? വിഷമിക്കായിരിക്കും മോളെ. ഇത് വലിയ തെറ്റൊന്നുമല്ല. സാജന്റെയും മോളുടെയും കല്യാണം നിശ്ചയിച്ചതല്ലേ. സാജനും അറിയാവുന്ന കാര്യമാണല്ലോ. ടിറ്റു അവനെയും കുട്ടി ഉടനെ വരില്ലേ? എനിക്ക് അടുത്തറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആന്റിയോട് പറ. ആരും അറിയാതെ നമുക്കത് ചെയ്യാം. എനിക്കൊന്നും അറിഞ്ഞൂടാ.
ഞാൻ പോട്ടെ ആന്റി. വിഷമിക്കാതെ മോളെ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഡാഡിയോട് പറഞ്ഞാലോ? വേണ്ട, അങ്കിളിനോടിപ്പോ പറയണ്ട. ഞാൻ അച്ഛൻ ഒരെഴുത്തോടെ അയക്കാം. ഈ കാര്യം എഴുതരുത്. ഈ കാര്യം എഴുതുന്നില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നും പറഞ്ഞ് എഴുതാം. എന്താ സുഖമില്ലേ മോളെ? ഒന്നുമില്ല ആന്റി. ഫ്രിഡ്ജ് വന്നിരിക്കുന്നു. എന്താ ഫ്രെഡി? ഒന്നുമില്ല, വെറുതെ വന്നതാ. ഞങ്ങൾ ലൈഫ് ഗാർഡുകളുടെ ശമ്പളം 30 രൂപയാക്കി കൂട്ടി. എനിക്ക് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നാ. പേടിക്കണ്ട, എല്ലാം നേരെയാകും. അത് പറയാനാ ഞാൻ വന്നത്. ശരി ഫ്രെഡി, ആ? ഈ കാര്യം ആരും അറിയരുത്. എന്റെ മനസ്സിന് പോലും അറിയില്ല. തെറ്റോട് കത്തുവല്ലോ വന്നോ? ഇല്ല, നാളെ എന്തായാലും വരും. പ്രിയപ്പെട്ട ആളിന് വീട്ടിലേക്ക് ഞാൻ കത്തയച്ചിട്ടില്ല. അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വന്നതിന്റെ പിറ്റേ ദിവസം സാജനെ കണ്ടു. അവന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അവന് ജോലി കിട്ടിയ കമ്പനിയിലെ MD-യുടെ മകൾ. അതിനുവേണ്ടിയാണ് അവന്റെ അച്ഛൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡാഡിയോട് നീ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്കൊരു സമാധാനവുമില്ലല്ലോ. എന്റെ ഫിഫിയെ പറ്റി ആലോചിക്കുമ്പോഴാ അളിയ, അവളോട് പറയണം സാജനെ മറക്കാൻ. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവളുടെ അച്ചായൻ ഉടനെ വരും. വേണിക്ക് അവൾക്ക് ഞാൻ പ്രത്യേകം എഴുതുന്നുണ്ട്. ഫിഫിയും വേണിയും ഞാൻ നിന്നെ ഏൽപ്പിക്കാതെ. മോളെ, ആരുടെയും കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ. ആരും അറിയാതെ നമുക്കിത് വേണ്ടെന്ന് വെക്കാം. ടിറ്റോയും ഡാഡിയും ഇതറിയണ്ട. നമുക്ക് ബോംബെ പോയി സണ്ണിച്ചായന്റെ അവിടെ താമസിച്ച് വേണ്ടത് ചെയ്യാം. ആരും അറിയില്ല. ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കും മോളെ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ?